ഇന്ന് നമ്മൾ ലീഗൽ എൻവയർമെൻറ്റ് ഫോർ കോപ്പറേറ്റീവ്സ് അതിൽ 2 മൊഡ്യൂൾസ് നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ മൊഡ്യൂൾ 3 പാർട്ട് 1 ആണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷനും ഫോർമാലിറ്റിയും, ബൈലോ, ഒപ്പം തന്നെ ചേഞ്ച് ഓഫ് നെയിം ആൻഡ് ലൈബിലിറ്റി, മെമ്പർഷിപ്പ് ഫോർമാലിറ്റി, ക്വാളിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ, കൂടാതെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു സിലബസിൽ റിമൂവൽ ആൻഡ് എക്സ്പൾഷൻ ഓഫ് മെമ്പേഴ്സ്, റെസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഓഫ് ഷെയർസ് തുടങ്ങിയ കുറച്ച് ടോപ്പിക്സ് കൂടെ എടുക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ടോപ്പിക്സുകൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടി ശ്രമിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കുക, മൊഡ്യൂൾ 3 ഹിസ്റ്ററി ഓഫ് കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരള. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ദ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ആണ്. ദ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 വാസ് എനാക്റ്റഡ് ടു കൺസോളിഡേറ്റ്, അമെൻഡ് ആൻഡ് യൂണിഫൈ ദ ലോസ് റിലേറ്റിംഗ് ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ സ്റ്റേറ്റ് ഓഫ് കേരള. അപ്പോൾ കേരളത്തിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ, ലോസ്, അതിനെ യൂണിഫൈ ചെയ്യുക, ഏകീകരിക്കുക, അമെൻഡ് ചെയ്യുക, മാറ്റങ്ങൾ വരുത്തുക, കൺസോളിഡേറ്റ് ചെയ്യുക, അതിനെ എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 പാസ്സായതല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് രജിസ്ട്രേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീവിൻ്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിലൊന്നാമത്തത് രജിസ്ട്രാറാണ്. ദ ഗവൺമെൻറ് മേ അപ്പോയിൻറ്റ് എ പേഴ്സൺ ടു ബി ദ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ ദ സ്റ്റേറ്റ്. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ രജിസ്ട്രാറായിട്ട് ഗവൺമെൻറ് ഒരാളെ വേണമെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ദ ഗവൺമെൻറ് മേ ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ കൺഫർ ഓൺ എനി പേഴ്സൺ ഓൾ ഓർ എനി ഓഫ് ദി പവേഴ്സ് ഓഫ് ദി രജിസ്ട്രാർ അണ്ടർ ദിസ് ആക്ട്. അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും ഒരു ഒഫീഷ്യൽസിന്, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ഗവൺമെൻറ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ജനറലായിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള ഓർഡർ ഇറക്കിക്കൊണ്ട് ഈ ഒരു രജിസ്ട്രാറിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ അധികാരങ്ങൾ നൽകാം. ഇനി അടുത്ത നോക്കുന്നത് സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്ട്രേഡ്. ആർക്കൊക്കെയാണ് സൊസൈറ്റീസായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് കാര്യമാണ്. സബ്ജക്റ്റ് ടു ദി പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്, എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ഹാസ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ദ പ്രൊമോഷൻ ഓഫ് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓർ ഓഫ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി പബ്ലിക് ഇൻ അക്കോർഡൻസ് വിത്ത് ദി കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. അതായത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി അതിലെ മെമ്പേഴ്സിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുക, പ്രൊമോഷൻ ഓഫ് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ഓർ ഇൻട്രസ്റ്റ് ഓഫ് ദി പബ്ലിക്, അല്ലെങ്കിൽ ജനറലായിട്ട് പബ്ലിക്കിൻ്റെ, പൊതുജനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയും കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അതിൻ്റെ തത്വങ്ങൾ പാലിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയും എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഏതൊരു സൊസൈറ്റിക്കും, കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കും ഈ ഒരു ആക്ടിൻ്റെ കീഴിൽ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. ഇനി രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റി ഓൺലി. രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി രജിസ്റ്റേർഡ് ഓൺലി വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റി. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലൈബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കണം. ലിമിറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ മെമ്പേഴ്സിൻ്റെ ലൈബിലിറ്റി എന്ന് പറയുന്നത് അവർ ആ സൊസൈറ്റിയിൽ എത്ര രൂപയുടെ ഷെയറുകളാണോ എടുത്തിരിക്കുന്നത് അത്രയും രൂപയ്ക്കായിരിക്കും അവരുടെ ലൈബിലിറ്റി ഉണ്ടായിരിക്കുക. അതിൽ കൂടുതൽ അവർക്ക് ബാധ്യത ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ലിമിറ്റഡ് ലൈബിലിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സൊസൈറ്റീസ് ആക്ട് 1969 രൂപം കൊണ്ടപ്പോൾ അൺലിമിറ്റഡ് ലൈബിലിറ്റിയുമായിട്ടും സൊസൈറ്റീസ് രൂപം കൊണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള സൊസൈറ്റികൾക്ക് വീണ്ടും തുടരാവുന്നതാണെന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ദ വേർഡ് ലിമിറ്റഡ് ഓർ ഇറ്റ്സ് ഇക്വലൻറ്റ് ഇൻ എനി ഇന്ത്യൻ ലാംഗ്വേജ് ഷാൽ ബി ദ ലാസ്റ്റ് വേർഡ്. ഇപ്പോൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അത് ലിമിറ്റഡ് ലൈബിലിറ്റിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പേരിൻ്റെ കൂടെ അതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് ലിമിറ്റഡ് എന്നുള്ള ആ ഒരു പേര് കൂടി ചേർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടുത്തത് പറയുന്നത്. An application for the registration of cooperative society shall be made to the registrar in such form. അപ്പോൾ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആ ഒരു സ്റ്റേറ്റിലെ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അവർക്കാണ് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ആപ്ലിക്കൻ്റ് ഷാൽ ഫർണിഷ് ടു ഹിം സച്ച് ഇൻഫർമേഷൻ അബൌട്ട് ദി സൊസൈറ്റി ആസ് ഹി മേ റിക്വയർ. എന്തൊക്കെ കാര്യങ്ങളാണ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഫർണിഷ് ചെയ്യാൻ വേണ്ടി അതിൽ കൊടുക്കേണ്ടത്, അത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് രജിസ്ട്രാർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണം. എവറി സച്ച് ആപ്ലിക്കേഷൻ ഷാൽ കൺഫേം ടു ദി ഫോളോവിങ് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് താഴെ പറയുന്ന നിയമങ്ങൾ പാലിച്ചുകൊണ്ടാകണം. ഒന്ന്, ഇത് ആപ്ലിക്കേഷൻ ഷാൽ ബി അക്കമ്പനിഡ് ബൈ 3 copies ഓഫ് ദി പ്രപ്പോസ്ഡ് ബൈലോ. നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ നടത്തുമ്പോൾ ആ സൊസൈറ്റിക്ക് ബാധകമായിട്ടുള്ള നിയമങ്ങൾ, അതാണ് ബൈലോസ് എന്ന് ഉദ്ദേശിക്കുന്നത്,
അവരുടെ ഒരു നിയമരേഖകൾ, ആ സൊസൈറ്റി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, ആ ബൈലോയുടെ 3 കോപ്പീസ് ഈ ഒരു ആപ്ലിക്കേഷനൊപ്പം സബ്മിറ്റ് ചെയ്യണം. അതുകൂടാതെ all the applicants are individuals, the number of applicants shall not be less than 25. അപ്പോൾ അതിൽ ഒരു സൊസൈറ്റീസ് ആക്ടിൽ പ്രകാരം ഒരു സൊസൈറ്റിക്ക് കീഴിൽ എത്ര ആളുകളാണ് മിനിമം ഉണ്ടായിരിക്കേണ്ടത്? ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 25. 25 പേരിൽ കുറയാത്ത അംഗസംഖ്യ ആ സൊസൈറ്റി കീഴിലുണ്ടായിരിക്കണം. ഈച്ച് ഓഫ് സച്ച് പേഴ്സൺ ബീങ് എ മെമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഫാമിലി. അതിൽ ഓരോ വ്യക്തികളും അത് വ്യത്യസ്ത കുടുംബങ്ങളിലായിരിക്കണം അല്ലേ. ഒരു കുടുംബത്തിൽ തന്നെ 2 പേർ അങ്ങനെ പറ്റില്ല. ഓരോ വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നായിട്ട് ഓരോരുത്തരായിട്ടും മിനിമം 25 പേരെങ്കിലും ഉണ്ടായിരിക്കണം. ദ ആപ്ലിക്കേഷൻ ഷാൽ ബി സൈൻഡ് ബൈ എവരി വൺ ഓഫ് ദി ആപ്ലിക്കൻസ്. ആ ആപ്ലിക്കൻസ് എല്ലാവരും അതിൽ സിഗ്നേച്ചർ വെച്ചിരിക്കണം അല്ലേ. അല്ലെങ്കിൽ എ പേഴ്സൺ ഡ്യൂലി ഓതറൈസ്ഡ് ഓൺ ബിഹാഫ് ഓഫ് ദി ഗവൺമെൻറ് ഓർ എനി സൊസൈറ്റി ഓർ അതർ ബോഡി പേഴ്സൺ വിച്ച് ഈസ് ആൻ ആപ്ലിക്കൻ്റ്. അല്ലെങ്കിൽ ഇവിടെ സൊസൈറ്റി, മറ്റേതെങ്കിലും സൊസൈറ്റികളോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ ഒക്കെ ആണെങ്കിൽ അവരെ ചുമതലപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു വ്യക്തിയോ ഇതിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരിക്കണം. ഇനി രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇഫ് ദ രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ്, ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു, അതിനുശേഷം രജിസ്ട്രാർ അത് പരിശോധിക്കുന്നു. ഇഫ് ദ രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ്, താഴെ പറയുന്ന കാര്യങ്ങളിൽ രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, ദാറ്റ് ദ ആപ്ലിക്കേഷൻ കംപ്ലൈസ് വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് ആൻഡ് റൂൾസ്. ഇവിടെ ഈ തന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ ഈ സൊസൈറ്റീസ് ആക്ട് പ്രകാരം അതിൻ്റെ നിയമങ്ങളെല്ലാം പാലിക്കുന്നുണ്ടെന്നും, ദാറ്റ് ദ ഒബ്ജക്റ്റ് ഓഫ് ദി പ്രപ്പോസ്ഡ് സൊസൈറ്റി ആർ ഇൻ അക്കോർഡൻസ് വിത്ത് സെക്ഷൻ 4, നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 4 പ്രകാരം അംഗങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഒബ്ജക്ട്സ്, ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ സൊസൈറ്റി എന്നുള്ളതും രജിസ്ട്രാർക്ക് മനസ്സിലാകണം. ദാറ്റ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി പ്രപ്പോസ്ഡ് സൊസൈറ്റി ആൻഡ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് അനദർ സൊസൈറ്റി ഓഫ് സിമിലർ ടൈപ്പ് ഡു നോട്ട് ഓവർലാപ്പ്. ഇപ്പോൾ രണ്ട് സൊസൈറ്റികളുടെ ഒരു ഏരിയ, അവർ ഏത് പരിധി വരെയാണ്, ഏത് ഏരിയയ്ക്കുള്ളിലാണ് പ്രവർത്തിക്കുന്നത്, ആ 2 ഏരിയകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല. അതായത് 2 വ്യത്യസ്ത ഏരിയകളായിരിക്കണം ഓരോ സൊസൈറ്റിയും പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് രജിസ്ട്രാർ പരിശോധിക്കും. ദാറ്റ് ദ പ്രപ്പോസ്ഡ് ബൈലോസ് ആർ നോട്ട് കോൺട്രറി ടു ദി പ്രൊവിഷൻസ് ഓഫ് ദി ഫാക്ട് ആൻഡ് ദ റൂൾസ്. ഇപ്പോൾ സൊസൈറ്റിയുടെ ബൈലോ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1959 അതിൻ്റെ ബൈലോ ആ നിയമങ്ങൾക്ക് എതിരല്ല എന്നുണ്ടായിരിക്കണം. ദാറ്റ് ദ പ്രപ്പോസ്ഡ് സൊസൈറ്റി കംപ്ലൈസ് വിത്ത് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് സൗണ്ട് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള നല്ല സൗണ്ടായിട്ടുള്ള നിയമങ്ങളെല്ലാം പാലിക്കുന്ന ഒരു സൊസൈറ്റി ആയിരിക്കണം. He may register society and its bylaws within a period of 90 days from the date of receipt of application. അപ്പോൾ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 90 ദിവസത്തിനുള്ള രജിസ്ട്രാർ സാധാരണ രജിസ്ട്രേഷൻ അനുവദിക്കാറുണ്ട്. വേർ ദ രജിസ്ട്രാർ റിഫ്യൂസസ് ടു രജിസ്റ്റർ എ സൊസൈറ്റി, ഒരു സൊസൈറ്റി ഇത്രയും കാലത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്ത് കിട്ടിയില്ല എങ്കിൽ ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ദ ഓർഡർ ഓഫ് റിഫ്യൂസൽ. എന്തുകൊണ്ടാണ് റിഫ്യൂസ് ചെയ്തത്, രജിസ്റ്റർ ചെയ്യാതെ അത് നിരസിച്ചത് എന്നുള്ളത് കാരണം സഹിതം 7 ദിവസത്തിനകം സച്ച് ഓർഡർ സച്ച് ഓഫ് ദി ആപ്ലിക്കൻസിന് അത് രജിസ്ട്രാർ കൊടുത്തിരിക്കണം. അതായത് രജിസ്ട്രേഷൻ നടന്നില്ല എങ്കിൽ അതിൻ്റെ റിഫ്യൂസലാണ്, അത് നിരസിക്കുകയാണ് ചെയ്തതെങ്കിൽ കാരണം സഹിതം 7 ദിവസത്തിനുള്ളിൽ ആപ്ലിക്കൻറ്റിനെ രജിസ്ട്രാർ ഇത് അറിയിക്കേണ്ടതാണ്. ആൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ഷാൽ ബി ഡിസ്പോസ്ഡ് ഓഫ് ബൈ ദി രജിസ്ട്രാർ വിതിൻ 90 days ഫ്രം ദി ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ. നമ്മൾ പറഞ്ഞ പോലെ 90 ദിവസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ അനുവദിക്കാവുന്നതാണെങ്കിൽ അനുവദിക്കേണ്ടതാണ്. ഇപ്പോൾ അനുവദിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് റിഫ്യൂസ് ചെയ്യണമെന്നുള്ളത് 90 ദിവസത്തിനുള്ളിൽ തന്നെ രജിസ്ട്രാർ തീരുമാനമെടുക്കണം അല്ലേ. വേർ ആൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ഇസ് നോട്ട് ഡിസ്പോസ്ഡ് വിത്തിൻ ദ ടൈം സ്പെസിഫൈഡ്. ഈ പറഞ്ഞ 90 ദിവസത്തിനുള്ളിൽ ഒരു ആപ്ലിക്കേഷൻ ഡിസ്പോസ് ചെയ്തില്ല എങ്കിൽ, അതായത് ഒന്നെങ്കിൽ അത് അനുമതി കൊടുക്കുകയോ അല്ലെങ്കിൽ റിഫ്യൂസ് ചെയ്തില്ല എങ്കിൽ ദ ആപ്ലിക്കൻ്റ് മേ മേക്ക് എ റെപ്രസെൻറ്റേഷൻ. ആപ്ലിക്കൻറ്റിന്, ആ ഒരു അപേക്ഷകന് അദ്ദേഹത്തിന് രജിസ്ട്രാർക്ക് മുമ്പിൽ പരാതി കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷൻ നൽകാവുന്നതാണ് ഇത് ചെയ്തു തരണമെന്ന് പറഞ്ഞുകൊണ്ട്. ഇനി ബിഫോർ ദി ഗവൺമെൻറ്റിനും ഒരു അപേക്ഷ കൊടുക്കാവുന്നതാണ് അല്ലേ. ദെൻ അടുത്തതായിട്ട് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ ചേഞ്ചസ് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ പേരിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ എന്താണ് എന്നുള്ളത് നോക്കുക. എ സൊസൈറ്റി മേ ചേഞ്ച് ഇറ്റ്സ് നെയിം ബൈ എൻ അമെൻമെൻറ്റ് ഓഫ് ഇറ്റ്സ് ബൈലോ. ഒരു സൊസൈറ്റിക്ക് അതിൻ്റെ പേര് അതിൻ്റെ ബൈലോയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ആൻഡ് ദ രജിസ്ട്രാർ ഷാൽ എൻ്റർ ദ ന്യൂ നെയിം ഇൻ ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. രജിസ്റ്റർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലിസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന രജിസ്ട്രാർ ആ പേര് മാറ്റുകയും ചെയ്യുമ്പോൾ പുതിയ പേര് നിലവിൽ വരുന്നു അല്ലേ. ദ ചേഞ്ച് ഓഫ് നെയിം ഓഫ് ദി സൊസൈറ്റി ഷാൽ നോട്ട് അഫക്റ്റ് എനി റൈറ്റ്സ് ഓർ ഒബ്ലിഗേഷൻസ് ഓഫ് ദി സൊസൈറ്റി. ഇപ്പോൾ ഒരു സൊസൈറ്റിയുടെ പേര് മാറി എന്നുള്ളത് കൊണ്ട് ആ സൊസൈറ്റിക്ക് നിലവിലുള്ള അതിൻ്റെ അവകാശങ്ങളോ അതിൻ്റെ കടബാധ്യതകളോ ഒന്നും മാറുന്നില്ല, അതിലൊന്നും ഒരു മാറ്റം ഉണ്ടായിരിക്കില്ല. ഈ സൊസൈറ്റിക്കെതിരെ എന്തെങ്കിലും ലീഗൽ പ്രൊസീഡിങ്സോ അങ്ങനെ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള നടപടികളോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് പേര് മാറ്റി എന്നുള്ളതുകൊണ്ടൊന്നും അതിന് മാറ്റമുണ്ടാവില്ല എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ചേഞ്ച് ഓഫ് ലൈബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്
സബ്ജക്റ്റ് ടു ദി പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ആൻഡ് ദി റൂൾസ് ഓഫ് എ സൊസൈറ്റി മേ ബൈ ആൻ അമെൻമെൻറ്റ് ഓഫ് ഇറ്റ്സ് ബൈലോസ് ചേഞ്ച് ദ ഫോം ഓർ എക്സ്റ്റെൻറ്റ് ഓഫ് ഇറ്റ്സ് ലൈബിലിറ്റി. ഒരു നിയമങ്ങൾ നിലവിലുള്ള നിയമങ്ങൾക്ക് ബാധകമായിക്കൊണ്ട് അല്ലെങ്കിൽ അതിന് വിധേയമായിക്കൊണ്ട് ഒരു സൊസൈറ്റിക്ക് വേണമെങ്കിൽ അതിൻ്റെ ബൈലോസിൽ മാറ്റം വരുത്താവുന്നതാണ്. അതിൻ്റെ കടബാധ്യതകൾ, അതിൻ്റെ എക്സ്റ്റെൻറ്റ്, അത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെ മാറ്റം വരുത്താവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വെൻ എ സൊസൈറ്റി ഹാസ് പാസ്ഡ് എ റെസൊല്യൂഷൻ ടു ചേഞ്ച് ദ ഫോം ഓർ എക്സ്റ്റെൻറ്റ് ഓഫ് ഇറ്റ്സ് ലൈബിലിറ്റി ഇറ്റ് ഷാൽ ഗീവ് ദെയർ ഓഫ് ഇൻ റൈറ്റിംഗ്. അപ്പോൾ അങ്ങനെ ലൈബിലിറ്റി ഫൈൻഡ് സംബന്ധിച്ച് എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ അത് എഴുതി തന്നെ അത് തയ്യാറാക്കി ആ ഒരു സൊസൈറ്റിയിലെ എല്ലാ മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിനും അത് കൃത്യമായിട്ട് കൊടുക്കേണ്ടതാണ് അല്ലേ. അപ്പോൾ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് 2 months 2 മാസത്തിനുള്ളിൽ അത്തരത്തിലുള്ള നോട്ടീസ് സെർവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു നോട്ടീസ് സെർവ് ചെയ്യുമ്പോൾ മെമ്പേഴ്സിന് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ഷെയറുകൾ വിൽക്കാനോ ലോണുകൾ ഡിസ്പോസ് ചെയ്യുക, അത്രയും കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി മെമ്പർ ഓർ ക്രെഡിറ്റർ ഹു ഡസ് നോട്ട് എക്സർസൈസ് ഹിസ് ഓപ്ഷൻ, മെമ്പർ ആണെങ്കിൽ അവർ ഷെയറുകൾ വിൽക്കും, ക്രെഡിറ്റർ ആണെങ്കിൽ ആ ഒരു ലോണ് ഡിപ്പോസിറ്റ് ഓഫ് ലോണ് അത് ചെയ്യാനുള്ള അവകാശം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അവർ ചെയ്തില്ല എങ്കിൽ, ഈ കൃത്യസമയത്തിൽ ചെയ്തില്ല എങ്കിൽ അവർ ആ ഒരു ചേഞ്ചിന് അവർ സമ്മതിച്ചു എന്നുള്ളതാണ്. ഷാൽ ബി ഡീംഡ് ടു ഹാവ് ഗിവൺ ഹിസ് അസെൻറ്റ്, അവരുടെ അതിന് സമ്മതം അറിയിച്ചു എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. ആൻ അമെൻഡ്മെൻറ്റ് ഓഫ് ദി ബൈലോസ് ഓഫ് ദി സൊസൈറ്റി ചേഞ്ചിങ് ദ ഫോം ഓർ എക്സ്റ്റെൻറ്റ് ഓഫ് ഇറ്റ്സ് ലൈബിലിറ്റി ഷാൽ നോട്ട് ബി രജിസ്റ്റേർഡ് ഓർ ടേക്ക് എഫക്റ്റ് അണ്ടിൽ ഏതർ. അപ്പോൾ ഇവിടെ നമുക്ക് താഴെ പറയുന്ന ഒരു നിബന്ധനകൾ കൂടി വിധേയമായിട്ട് മാത്രമേ അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആൻ അഫൻഡ് ദെയർ ടു ഓൾ മെമ്പേഴ്സ്, എല്ലാ മെമ്പേഴ്സും ക്രെഡിറ്റേഴ്സും അവർക്ക് അതിനുള്ള സമ്മതം നൽകിയിട്ടുണ്ടായിരിക്കണം. ഓൾ ക്ലെയിംസ് ഓഫ് മെമ്പേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ഹു എക്സസൈസ് ദ ഓപ്ഷൻ റെഫേർഡ് ടു ഇൻ സബ്സെക്ഷൻ 2 വിത്തിൻ ദി പീരീഡ് ഓഫ് സ്പെസിഫൈഡ് ദെയർ ഇൻ ഹാവ് ബീൻ മെറ്റ് ഇൻ ഫുൾ. അപ്പോൾ നിശ്ചിത സമയത്തിനുള്ളിൽ ഈ ക്രെഡിറ്റേഴ്സ് ആണെങ്കിലും മെമ്പേഴ്സ് ആണെങ്കിലും ഈ ഇവരുടെ ഓപ്ഷൻ, ഒന്നെങ്കിൽ അവർക്ക് ഷെയറുകൾ വിൽക്കാനോ അല്ലെങ്കിൽ ലോൺ ഡിപ്പോസിറ്റ്, അത്തരത്തിലുള്ള ഓപ്ഷൻസൊക്കെ അവർക്ക് ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി നമ്മൾ നോക്കുന്ന അടുത്തത് വാട്ട് ഈസ് ബൈലോ എന്നുള്ളതാണ്. ബൈലോ മീൻസ് എ സെറ്റ് ഓഫ് റൂൾസ് ഗവേണിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് പ്രൊവൈഡ് ഗൈഡൻസ് ഫോർ ജനറൽ അഡ്മിനിസ്ട്രേഷൻ, കണ്ടക്ട് ഓഫ് ബിസിനസ് എക്സെട്ര. ഒരു ബിസിനസ്സിൽ, അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബിസിനസ് എങ്ങനെ കണ്ടക്ട് ചെയ്യാം, ഒപ്പം തന്നെ അതിൻ്റെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ, പൊതുവായുള്ള ഭരണനിർവഹണം എങ്ങനെയായിരിക്കണം, ഒപ്പം തന്നെ ആ സൊസൈറ്റിയും അതിലെ മെമ്പേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ, അതെല്ലാം അടങ്ങിയിരിക്കുന്ന ആ ഒരു നിയമസംഹിതയാണ് നമ്മൾ ബൈലോ എന്ന് പറയുന്നത്. അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ദ രജിസ്ട്രാർ ഷാൽ അപ്രൂവ് ആൻഡ് രജിസ്റ്റർ ദ ബൈലോസ്. അപ്പോൾ രജിസ്ട്രേഷൻ സമയത്ത് ബൈലോസിൻ്റെ കോപ്പിയെ കൊടുക്കണം നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ സമയത്ത് സൊസൈറ്റിയുടെ രജിസ്ട്രാർ ഈ ബൈലോ അപ്രൂവ് ചെയ്യുന്നു അല്ലേ. എലോങ് വിത്ത് ദി സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനോടൊപ്പം ഈ ബൈലോയും അപ്രൂവ് ചെയ്ത്, അനുമതി അല്ലെങ്കിൽ അതിനെ അപ്രൂവ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് അമെൻമെൻറ്റ്സ് ടു ബൈലോസ് ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ ബൈലോ അമെൻമെൻറ്റ് നടത്തണമെങ്കിൽ, അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് ദി സൊസൈറ്റി ഷാൽ ഫസ്റ്റ് എക്സാമിൻ ദ പ്രപ്പോസ്ഡ് അമെൻമെൻറ്റ്സ് ടു ദി ബൈലോ. ബൈലോയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നുള്ളത് ആ സൊസൈറ്റിയുടെ തന്നെ മാനേജിംഗ് കമ്മിറ്റി അവരത് പരിശോധിക്കുന്നു. അപ്രൂവ് ദ സെയിം, അവരതിന് അനുമതി നൽകുന്നു, അപ്രൂവ് ചെയ്യുന്ന അംഗീകാരം നൽകുന്നു. ആൻഡ് അഡോപ്റ്റ് നെസസറി റെസൊല്യൂഷൻസ് ഇൻ ദാറ്റ് റെസ്പെക്റ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട് മീറ്റിങ്ങിൽ പ്രമേയം പാസ്സാക്കുന്നു. ആഫ്റ്റർ ദാറ്റ് ദ പ്രപ്പോസ്ഡ് അമെൻമെൻറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ബിഫോർ ദി ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ഫോർ ഇറ്റ്സ് കൺസിഡറേഷൻ ആഫ്റ്റർ ദി ഡ്യൂ നോട്ടീസ് ഹാസ് ബീൻ ഗിവൺ ടു ദി മെമ്പേഴ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ബൈലോ. അപ്പോൾ ബൈലോ പ്രകാരം എല്ലാ മെമ്പേഴ്സിനും നോട്ടീസ് കൊടുത്ത് അവരുടെ അനുമതിക്കായിട്ട് സമർപ്പിക്കുന്നു. ഇൻ ദി നോട്ടീസ് for the general body the existing provisions of the bylaws and the amendment proposed should be directly shown. അപ്പോൾ ഇവിടെ ജനറൽ ബോഡിയിൽ മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ നിലവിലുള്ള ബൈലോസിലെ പ്രൊവിഷൻസും എന്തൊക്കെയാണ് അതിൽ മാറ്റങ്ങൾ വരുത്തുന്നതെന്നുള്ളതെല്ലാം കൃത്യമായിട്ട് കാണിച്ചു വയ്ക്കേണ്ടതാണ്. നോട്ടീസ് ഫോർ ഇൻറ്റിമേഷൻ ഓഫ് ദി അമെൻമെൻറ്റ് പ്രപ്പോസ്ഡ് ഷുഡ് ബി ഗിവൺ ടു ദി മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി ഏതർ ഇൻ പേഴ്സൺ. അപ്പോൾ ഇങ്ങനെ ഈ അമെൻമെൻറ്റ് നടത്താൻ വേണ്ടി, മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി അത് മെമ്പേഴ്സിനെ അറിയിക്കുമ്പോൾ ഒന്നുകിൽ അവർ നേരിട്ട് അറിയിക്കണം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സിഗ്നേച്ചർ വാങ്ങിച്ചുകൊണ്ടല്ലേ, ഒബ്റ്റൈൻഡ് ദെയർ ഇൻ ഫുൾ സിഗ്നേച്ചർ, നേരിട്ട് കൊടുക്കുമ്പോൾ അവരുടെ സിഗ്നേച്ചർ വാങ്ങിക്കേണ്ടതാണ്, അവരത് കണ്ടു എന്നുള്ളത് ഒപ്പിട്ട് വാങ്ങിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ബൈ പോസ്റ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് പോസ്റ്റിംഗ് അവിടെ കൊടുത്തു എന്നുള്ള തെളിവായിട്ട് നമ്മൾ പോസ്റ്റിംഗ് അവർക്ക് അത് പോസ്റ്റ് ചെയ്യേണ്ടതാണ് ഈ ഒരു അറിയിപ്പ്. അതർവൈസ് റെസൊല്യൂഷൻസ് ഓഫ് ദി ജനറൽ ബോഡി അപ്രൂവിംഗ് ദ അമെൻമെൻറ്റ് വിൽ നോട്ട് ബി കൺസിഡേർഡ് വാലിഡ്. അല്ലെങ്കിൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ, അമെൻമെൻറ്റ് വരുത്തിയാലും അത് വാലിഡ് ആയിരിക്കില്ല, നിയമപരമായിരിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യമായിട്ട് നോക്കേണ്ട ഒരു കാര്യം മെമ്പർഷിപ്പിനെ കുറിച്ചാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 1 ഓഫ് ദി ആക്ട് ഡിഫൈൻസ് എ മെമ്പർ. ഒരു സൊസൈറ്റി മെമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്പർ മീൻസ് എ പേഴ്സൺ ജോയിനിങ് ദ ആപ്ലിക്കേഷൻ ഫോർ ദി രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്ന വ്യക്തി, ഓർ എ പേഴ്സൺ അഡ്മിറ്റഡ് ടു മെമ്പർഷിപ്പ് ആഫ്റ്റർ രജിസ്ട്രേഷൻ. ഒരു സൊസൈറ്റിക്ക് രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം മെമ്പറായിട്ട് അഡ്മിറ്റ് ചെയ്യുന്ന വ്യക്തി,
ആസ് പെർ ദ റൂൾസ് ആൻഡ് ബൈലോസ് പ്രകാരം റൂൾസ് പ്രകാരമെല്ലാം കൃത്യമായിട്ടുള്ള നിബന്ധനകൾക്ക് വിധേയമായിട്ട് ആ സൊസൈറ്റിയുടെ മെമ്പർ ആകുന്ന വ്യക്തി, ഒപ്പം തന്നെ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ, അവരും മെമ്പറായിട്ട് തന്നെ കണക്ക് കൂട്ടും. ആരാണ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ എന്നുള്ളത് നമുക്ക് നോക്കാം. എ സൊസൈറ്റി മേ അഡ്മിറ്റ് എനി ഇൻഡിവിജ്വൽ ആസ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. ഒരു സൊസൈറ്റി ഏതൊരു ഇൻഡിവിജ്വലിനെയും വേണമെങ്കിൽ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറായിട്ട് ചുമതലപ്പെടുത്താവുന്നതാണ്. നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ ഷാൽ നോട്ട് ബി എൻറ്റൈറ്റിൽഡ് ടു എനി ഷെയർ. ആ ഒരു സൊസൈറ്റിയിൽ ഏതെങ്കിലും ഷെയർ അവർക്ക് കൈവശം വയ്ക്കേണ്ടതില്ല. ഇൻ എനി ഫോം ആർട്സ് ഓവർ ഇൻ ദി അസറ്റ്സ് ഓർ പ്രോഫിറ്റ്സ് ഓഫ് ദി സൊസൈറ്റി ഓർ ടു ബി എലക്റ്റഡ് ടു ദി കമ്മിറ്റി ഓഫ് സൊസൈറ്റി. ആ സൊസൈറ്റിയുടെ അസറ്റ്സിലോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റിലോ ഒന്നും അവകാശം ഉണ്ടായിരിക്കില്ല. സൊസൈറ്റിയുടെ കമ്മിറ്റിയിലേക്ക് എലക്ട് ചെയ്യപ്പെടാനുള്ള അർഹത ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള മെമ്പേഴ്സിനെയാണ് നമ്മൾ അസോസിയേറ്റ് ഓർ നോമിനൽ മെമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഇനി കണ്ടീഷൻസ് ടു ബി കംപ്ലൈഡ് വിത്ത് ഫോർ മെമ്പർഷിപ്പ്, അതായത് മെമ്പർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കണ്ടീഷൻസ്, വ്യവസ്ഥകൾ, അതായത് ക്വാളിഫിക്കേഷൻസ് ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ അല്ലേ. മെമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് മെമ്പേഴ്സ് എങ്ങനെയാണ് ക്വാളിഫൈ ചെയ്യുന്നത്, അവരുടെ അയോഗ്യരാക്കപ്പെടുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് ആണ്. നോ പേഴ്സൺ ഷാൽ ബി എലിജിബിൾ ഫോർ അഡ്മിഷൻ ആസ് എ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് മെമ്പർ ആകണമെങ്കിൽ താഴെ പറയുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു വ്യക്തിയും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പർ ആയിരിക്കാനുള്ള യോഗ്യത ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇഫ് ഹി ഹാസ് നോട്ട് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 18 ഇയേഴ്സ്, 18 വയസ്സ് പൂർത്തിയായിട്ടില്ല എങ്കിൽ അല്ലേ, ഇഫ് ഹി ഹാസ് നോട്ട് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 18 ഇയേഴ്സ് ദാറ്റ് പേഴ്സൺ ഷാൽ നോട്ട് ബി എലിജിബിൾ ഫോർ അഡ്മിഷൻ ആസ് എ മെമ്പർ എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ദിസ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു സൊസൈറ്റീസ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് സ്റ്റുഡൻസ്. ഇപ്പോൾ ഒരു കോളേജിലെയോ അല്ലെങ്കിൽ ഒരു സ്കൂളിലെയൊക്കെ സ്റ്റുഡൻസിന് വേണ്ടി അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയാണെങ്കിൽ സൊസൈറ്റി രൂപീകരിക്കുന്നതെങ്കിൽ ഈ 18 വയസ്സെന്നുള്ള നിബന്ധനയില്ല. Then he is not a resident of the place or does not own or possess land within the area of operation of society. ഒരു സൊസൈറ്റിയുടെ ഓപ്പറേഷണൽ ഏരിയയ്ക്കുള്ളിൽ വസിക്കുന്ന ആളായിരിക്കണം അല്ലേ. അങ്ങനെയല്ല എങ്കിലും അദ്ദേഹത്തിന് മെമ്പർ ആകാനുള്ള അവസരം ഉണ്ടായിരിക്കില്ല. ഹി ഹാസ് അപ്ലൈഡ് ടു ബി അഡ്ജുഡിക്കേറ്റഡ് ആസ് ഇൻസോൾവൻറ്റ്. പാപ്പരായിട്ട് ഇൻസോൾവൻ്റായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ അദ്ദേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനും അയാൾക്കും ഈ ഒരു മെമ്പർ ആയിരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഹി ഹാസ് ബീൻ സെൻറ്റൻസ്ഡ് ഫോർ എനി ഒഫൻസ് അതർ ദാൻ ദി ഒഫൻസ് ഓഫ് പൊളിറ്റിക്കൽ ക്യാരക്ടർ ഓർ ആൻ ഒഫൻസ് നോട്ട് ഇൻവോൾവിങ് മോറൽ ടർപ്പിറ്റ്യൂഡ്. ഇപ്പോൾ ധാർമ്മികമായിട്ടുള്ള കുറ്റങ്ങൾ, ധാർമ്മികമായിട്ട് മോശമാണെന്ന് കരുതുന്ന കുറ്റങ്ങൾ, ഒപ്പം തന്നെ പൊളിറ്റിക്കൽ ക്യാരക്ടറുള്ള രാഷ്ട്രീയ കുറ്റങ്ങൾ, അത്തരം കുറ്റങ്ങൾ ഒഴികെ വേറെ ഏതെങ്കിലും കുറ്റങ്ങൾക്ക് വേണ്ടി ശിക്ഷിക്കപ്പെട്ട വ്യക്തി അല്ലേ. അങ്ങനെ ശിക്ഷിക്കപ്പെട്ട വ്യക്തി, അങ്ങനെ ശിക്ഷിക്കപ്പെട്ടിട്ട് ആ ശിക്ഷാ കാലാവധി 5 വർഷം എങ്കിലും പൂർത്തിയായിട്ടില്ല എങ്കിലും അത്തരത്തിലുള്ള ആളുകൾക്കും ഇത് മെമ്പേഴ്സ് ആകാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് റിമൂവൽ ആൻഡ് എക്സ്പൾഷൻ ഓഫ് മെമ്പേഴ്സാണ്. അതായത് മെമ്പേഴ്സിനെ എങ്ങനെയാണ് മെമ്പർ അല്ലാണ്ട് റിമൂവ് ചെയ്യുന്നത്, അവരെ പുറത്താക്കുന്നത്. എക്സ്പൾഷൻ എന്ന് വെച്ചാൽ പുറത്താക്കുക എന്നുള്ളതാണ്. എനി പേഴ്സൺ ഓഫ് സൊസൈറ്റി ഹു ഹാസ് ആക്റ്റഡ് അഡ്വൈസ്ലി ടു ദി ഇൻട്രസ്റ്റ് ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ മേ ബി എക്സ്പെൽഡ് അപ്പോൺ എ റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് അതിൽ വോട്ടിംഗ് ഇടുമ്പോൾ ലെഫ്റ്റ് ആൻഡ് 2/3 മൂന്നിൽ രണ്ടെങ്കിലും വോട്ട് നേടിക്കൊണ്ടല്ലേ ഒരു പ്രമേയം പാസ്സാക്കിക്കൊണ്ട് ആളുകളെ പുറത്താക്കുന്നതാണ്. No member shall be expelled under subsection 1 without being given an opportunity of making his representation. ഓരോ മെമ്പേഴ്സിനും അവർ പുറത്താക്കുന്നതിന് മുമ്പ് അവർക്ക് പറയാനുള്ള അവരുടെ റെപ്രസെൻറ്റേഷൻ, അവരുടെ ഭാഗം കേൾക്കേണ്ടതാണ്. അങ്ങനെ കേൾക്കാതെ ഒരാളെയും പുറത്താക്കാൻ വേണ്ടി സാധിക്കില്ല. A copy of the resolution expelling a member shall be communicated to the member within a period of 15 days from the date of passing the resolution. ഒരാളെ പുറത്താക്കാൻ വേണ്ടി ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ ആ കാര്യം ആ പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ പുറത്താക്കുന്ന ആ ഒരു മെമ്പറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ്, അറിയിക്കേണ്ടതാണ്. ഇനി റെസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഓഫ് ഷെയർസ് എന്ന് പറയുന്ന മറ്റൊരു ടേം നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ഇഫ് എനി സൊസൈറ്റി നോ മെമ്പർ അതർ ദാൻ ദി ഗവൺമെൻറ് എനി സ്റ്റാറ്റ്യൂട്ടറി ഓർ നോട്ട് സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് കമ്മിറ്റി ഓർ കോർപ്പറേഷൻ അപ്രൂവ്ഡ് ദി ഗവൺമെൻറ് ഇൻ ദിസ് ബിഹാഫ് ഓർ എനി അതർ സൊസൈറ്റി ഷാൽ. അതായത് ഏതൊരു സൊസൈറ്റിയും നോ മെമ്പർ അതർ ദാൻ ദ ഗവൺമെൻറ് അല്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ഓർ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് അല്ലാതെ കമ്മിറ്റി അല്ലാതെ അപ്പോൾ അത്തരം ആളുകളൊക്കെ ഹോൾഡ് മോർ ദാൻ സച്ച് പോർഷൻ ഓഫ് ദി ടോട്ടൽ ഷെയർസ് ഓഫ് ദി ക്യാപിറ്റൽ. ഈ പറഞ്ഞിരിക്കുന്ന ആളുകൾ ഒഴികെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ബോഡി, അപ്പോൾ അവരെ ഒഴികെ മറ്റൊരു വ്യക്തിക്കും ഹോൾഡ് മോർ ദാൻ സച്ച് പോർഷൻ ഓഫ് ദി ടോട്ടൽ ഷെയർസ് ഓഫ് ക്യാപിറ്റൽ ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ നോട്ട് എക്സീഡിങ് 1/5 thereof ഓഫ് 1/5 ഷെയർ, അതിൽ കൂടുതൽ ഷെയറുകൾ കൈവശം വയ്ക്കാൻ വേണ്ടി സാധിക്കില്ല. അതായത് ഷെയർ കൈവശം വയ്ക്കുന്നില്ല, ഒരു സൊസൈറ്റിയുടെ ഷെയറുകൾ കൈവശം വയ്ക്കുന്നതിന് ഒരു പരിധിയുണ്ട്. 1/5 മൊത്തം ഷെയറിൻ്റെ 1/5 കൂടുതൽ ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാൻ വേണ്ടി സാധിക്കില്ല. ഹവർ ക്ലെയിം എൻ ഇൻട്രസ്റ്റ് ഇൻ ദി ഷെയർസ് ഓഫ് ദി സൊസൈറ്റി എക്സീഡിങ് 5,000 rupees, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ 5,000 രൂപയിൽ കൂടുതൽ അവകാശം ഒരു വ്യക്തിക്ക് അതിൽ മെമ്പേഴ്സിന് ഉണ്ടായിരിക്കാൻ പാടില്ല. പക്ഷേ ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ കാലാകാലങ്ങളിൽ ഈ ഒരു മാക്സിമം ലിമിറ്റ് 1/5 എന്നുള്ള നിയമവും 5,000 രൂപ എന്നുള്ള കാര്യമൊക്കെ കാലാകാലങ്ങളിൽ ഗവൺമെൻറ്
മാറ്റങ്ങൾ വരുത്തുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചെടുക്കുന്നത്. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വീഡിയോകൾ ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്